തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകളിൽ രൂക്ഷമായ കടലേറ്റം. പൊഴിയൂർ, കോവളം ഭാഗങ്ങളിലാണ് കടൽ തീരത്തേക്ക് കയറിയത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാവാറുള്ള സ്വാഭാവിക പ്രതിഭാസമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തീരശോഷണം സംഭവിച്ചതിനാൽ ജനവാസ മേഖലകളിലേക്ക് ഉൾപ്പെടെ കൂടുതൽ വെള്ളം കയറുമോ എന്ന ആശങ്കയുണ്ട്. പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. കോവളത്ത് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാരും ചാടി ചാടി കുളിങ്ങി. ആലപ്പുഴയിലും തൃശൂരും കടലാക്രമണം രൂക്ഷമാണ്. മുട്ടടാന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം എംഎൽഎയുടെ വീട്ടിൽ ഈ നേതാവ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കുറ്റമാവും. പുള്ളി പറഞ്ഞ് ഇവിടെ ഇരിക്കണമെന്നെങ്കിലും എടുത്ത് ഇവിടെ വെക്കാൻ പറഞ്ഞു. എന്നിട്ടും പുള്ളി പറഞ്ഞു എനിക്കത് നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ വേറെ എവിടെ ചെല്ലാണ്? 10 ലക്ഷം രൂപ കിട്ടിയിട്ട് എവിടെ പോകാൻ? 10-30 ലക്ഷം രൂപ വീടാണ് അവിടെ. പിന്നെ ചെല്ലാന്ന് വെക്കാം. ഈ കഴിഞ്ഞ 2 മുമ്പ് ഇതുപോലൊരു പ്രതിഭാസം ഇവിടെ അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചോളം, തീരദേശവാസികളെ സംബന്ധിച്ചോളം ആശങ്ക ഉണർത്തുന്നതാണ് ഇതുപോലൊരു പ്രതിഭാസ മാറ്റം. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സാധാരണ നമുക്ക് ചാകരയ്ക്ക് മുമ്പ് ഉണ്ടാകുന്നൊരു പ്രതിഭാസ മാറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിഭാസ മാറ്റത്തെ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു. കാരണം 2 മുമ്പ് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞുകൊണ്ട് ചേറും ചെള്ളയുമായി കിടന്ന ഒരു തീരപ്രദേശമാണിത്. അതേ ഒരു പ്രതിഭാസം ഇന്നിപ്പോൾ ഇവിടെ വീണ്ടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇത് സ്വാഭാവികമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോഴും ഇതിന്റെ ശക്തി, രൂക്ഷത കൂടുതലാണ് ഇത്തവണ എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ടോ? ആ തരത്തിലുള്ള ഒരു നിരീക്ഷണമാണോ അവിടെ നിന്നുള്ളത്? തീരദേശത്ത് പൊതുവിൽ കടൽ ഉൾവലിയുന്നതും അതോടൊപ്പം തന്നെ കരകയറുന്നതുമായിട്ടുള്ള പ്രതിഭാസം അത് സാധാരണ നിലയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പലയിടത്തും തീരശോഷണം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് തിര കയറും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചാകരയ്ക്ക് മുൻപുള്ള പ്രതിഭാസമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. മറ്റ് മുന്നറിയിപ്പുകളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ഇല്ല. ഇത് സാധാരണ നിലയിലുള്ള പ്രതിഭാസം എന്ന നിലയ്ക്കാണ്. എങ്കിൽ തന്നെയും ആളുകൾ ആശങ്കയോടുകൂടിയാണ് ഇത് കാണുന്നത്. വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും സാന്നിധ്യമുണ്ട്. എന്തെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉള്ള ഒരു പ്രതിഭാസമായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ ഈ തീരശോഷണം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നത് സംബന്ധിച്ചുള്ള സംശയമുണ്ട്. ചിലയിടങ്ങളിൽ കടൽ വീണ്ടും പൂർവ്വഗതിയിലായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആശങ്ക അതേപടി നിലനിൽക്കുന്നു. അപർണ, വിനോദ്, ജനവാസ മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിലുള്ള ഒരു നിരീക്ഷണമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാരെ മാറാൻ തയ്യാറാകുമോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോഴും അങ്ങനെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനെ എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. തീരശോഷണം നടന്ന സ്ഥലങ്ങളിൽ കൂടുതൽ തരത്തിൽ തിര കയറുന്നു എന്ന ഒരു കാര്യമാണുള്ളത്. വീടുകളിലേക്ക്, തീരത്തുള്ള വീടുകൾ, അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകൾ, ആ നിലയ്ക്കുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെയും വെള്ളം വരുന്നു എന്ന ഒരു പരാതിയും ആ നിലയ്ക്കുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ അവിടെ പോലീസും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേനയും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ആളപായം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏത് നിലയ്ക്കാകും കാര്യങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ റവന്യൂ വകുപ്പ് നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ സ്ഥലത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നേരത്തെയും ഈ തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കടലെടുത്ത് പോകുന്ന, തീരം കടലെടുത്ത് പോകുന്ന ഒരു നിലയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഗ്രാമങ്ങളാണ്. അവിടെയുള്ള ആളുകൾക്ക് ആശങ്കയുണ്ട്. പുലിമുട്ടില്ലാത്ത മേഖലകളിൽ ഇത് വലിയ തോതിൽ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ വലിയ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. കൃത്യമായ നിരീക്ഷണം സംവിധാനങ്ങൾ
കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അപർണ. വി വിനോദ് വിവരങ്ങൾ നൽകി. എറണാകുളം